ഞങ്ങളുടെ മലേഷ്യൻ യാത്രയുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചകളും അതിനുവേണ്ടി ഞങ്ങൾക്ക് വന്ന ചെലവുകളും എല്ലാമാണ് ആ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ട പലർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു, നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ദിവസം ഇതിനു വേണ്ടി മാറ്റിവെക്കണം, ഓരോ സ്ഥലങ്ങളും കാണാൻ എത്ര ദിവസം മാറ്റിവെക്കേണ്ടി വരുമെന്നല്ല. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ട്രിപ്പ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. മലേഷ്യയിലേക്ക് ട്രിപ്പ് പോകുന്ന എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണ് അവരുടെ ക്യാപിറ്റൽ സിറ്റിയായ കൊലാലംപൂർ. അപ്പോൾ നിങ്ങൾ കൊലാലംപൂരിലേക്ക് പോകുമ്പോൾ മിനിമം ഒരു 3 to 4 days എങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പല സ്ഥലങ്ങളും കാണാൻ പറ്റണമെന്നില്ല. അതുപോലെ കാണുന്നതെല്ലാം നമ്മൾ ഓടിപ്പിടിച്ച് കാണുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ കൊലാലംപൂർ നമ്മൾ കാണേണ്ട പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത് നമ്മുടെ KL ടവറും പിന്നെ പെട്രോണാസ് ടവറും തന്നെയാണ്. നിങ്ങളൊരു ബഡ്ജറ്റഡ് ആയിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ടിക്കറ്റ് എടുക്കുകയായിരിക്കും നല്ലത്. അതിന് KL ടവർ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതായിരിക്കും കുറച്ചും കൂടി വർത്താവുന്നത്. KL ടവറിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു ഒബ്സർവേഷൻ ഡെക്ക് ആയിരിക്കും മോസ്റ്റ്ലി എല്ലാ ടൂർ ഏജൻസിയും സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവുക. അതിന് പകരം നിങ്ങൾ അവിടുത്തെ സ്കൈ ഡെക്ക് ഓപ്ഷൻ എടുക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ച് പൈസ കൂടും, പക്ഷെ അതാണ് കുറച്ചുകൂടെ വർത്ത്. അപ്പോൾ സമയത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ഒരു ദിവസത്തെ വൈകുന്നേരം തന്നെയാവും. നിങ്ങൾ എത്തുന്ന അന്ന് തന്നെ വൈകുന്നേരം ഇത് രണ്ടും കാണുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു 3-4 മണിയാകുമ്പോൾ KL ടവറിലേക്ക് എത്തുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പെട്രോണാസ് ടവറിലേക്ക് പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. അപ്പോൾ പെട്രോണാസ് ടവറിൻ്റെ അടുത്ത് തന്നെ അവരുടെ പാർക്ക് ഉണ്ട്, KLCC പാർക്ക് എന്നൊരു പാർക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാം. അതുപോലെ നൈറ്റ് അവിടെ മേ ബി ഒരു ലൈറ്റ് ഷോസ് എല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം തന്നെ 4 മണിക്ക് ശേഷം ഇവിടെ KL ടവറിലേക്കും അതിനുശേഷം പെട്രോണാസ് ടവറിലേക്കും പോവാം. അതിനുശേഷം നൈറ്റ് ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ നിങ്ങൾ ബുക്കിംഗ് ബിന്ദാങ് എന്നൊരു ഫുഡ് സ്ട്രീറ്റിലേക്ക് പോവാം. അവിടെ നിങ്ങൾക്ക് അവിടുത്തെ വെറൈറ്റി ഫുഡ്സുകൾ നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഫുഡുകളെല്ലാം നിങ്ങൾക്ക് നൈറ്റ് ടൈമിൽ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് അവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഈ 3 സ്ഥലങ്ങളും കണ്ടു തീർക്കാൻ പറ്റും. ആദ്യ ദിവസം നമ്മൾ അവിടെ എത്തി എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു 8 മണിയാകുമ്പോഴേക്കും നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. അവിടെ തന്നെ ബേസിക് ആയിട്ട് നമുക്ക് ഫ്രഷ് ആവേണ്ട സൗകര്യങ്ങളെല്ലാം നമുക്ക് അവിടെ തന്നെ ഉണ്ട്. അവിടെ നിന്ന് കൊലാലംപൂരിലേക്ക് ഏകദേശം 1 മണിക്കൂറിൽ താഴെ യാത്ര വരുന്നുള്ളൂ. നിങ്ങളൊരു ടാക്സി എടുക്കുകയാണെങ്കിൽ 75 റിംഗറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ 2-3 പേരേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ബസ്സും എടുക്കാം. ബസ്സാണെങ്കിൽ ഒരു 15 റിംഗറ്റിൽ നമുക്ക് കൊലാലംപൂർ എത്താൻ പറ്റും. അവിടുത്തെ ഹോട്ടൽസിൻ്റെ എല്ലാം ചെക്ക് ഇൻ ടൈം വരുന്നത് 3 മണിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം അതിനിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ പറ്റുമെങ്കിൽ അവിടെ എയർലി ചെക്ക് ഇൻ എടുക്കുക ടയേർഡ് ആണെങ്കിൽ. അല്ല എങ്കിൽ അവിടെ ബാഗേജ് വല്ല സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുക. ഇത് രണ്ടും അവൈലബിൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ, നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ടൂർ ഏജൻസിനെ സമീപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടൂർ പ്ലാൻ ചെയ്യാം. നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് കൊലാലംപൂർ ഡ്രോപ്പ് ചെയ്യുന്നവരെ ഒരു 4 മണിക്കൂറിൻ്റെ ടൂർ നിങ്ങൾ പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓൺ ദ വേയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പുത്രജയ വിസിറ്റ് ചെയ്യാം. അല്ല എങ്കിൽ കൊലാലംപൂരിലുള്ള മറ്റ് പല ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് തിരിച്ച് പോകുമ്പോൾ പുത്രജയ വിസിറ്റ് ചെയ്യാനാണ്. ബിക്കോസ് രാവിലെ 10 മണി 11 മണി ആകുമ്പോൾ നല്ല ചൂടായിരിക്കും. ആ സമയത്ത് നമുക്ക് പുറത്തിറങ്ങിയിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ തിരിച്ച് പോകുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈവനിങ് ഒരു 4 മണിക്ക് ശേഷമാണ് പുത്രജയെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതുപോലെ ഈ ഒരു ട്രിപ്പിൽ നിങ്ങൾ ലങ്കാവി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺ ദ വേയിൽ തന്നെ പുത്രജയ കാണുകയായിരിക്കും നല്ലത്. കാരണം തിരിച്ചു വരുമ്പോൾ നമുക്ക് പുത്രജയ കാണാൻ സമയം കിട്ടണമെന്നില്ല. അതുപോലെ കൊലാലംപൂരിലുള്ള അട്രാക്ഷൻസ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ അവിടെ ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ട്, പിന്നെ ഒരു മോസ്ക്, പിന്നെ അവരുടെ വാർ മെമ്മോറിയൽ, മ്യൂസിയം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ആണുള്ളത്. അതിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കാം. ആ ലിസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നത് മാത്രം ചൂസ് ചെയ്യുക. ബിക്കോസ് പല കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്യാനുള്ള വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ മ്യൂസിയം ഒന്നും പലർക്കും എൻജോയ് ചെയ്യാൻ പറ്റണമെന്നുണ്ടാവില്ല. അങ്ങനെ നമുക്ക് വേണ്ടത് മാത്രം അതിൽ ചൂസ് ചെയ്ത് അവരോട് പറയുക. ഡ്രൈവറോട് അവരോട് ഒരു 3-4 സ്ഥലങ്ങൾ ഇതിൽ ചൂസ് ചെയ്യുക. ഈ ഒരു ലിസ്റ്റിൽ ഒരു 3-4 സ്ഥലങ്ങൾ നിങ്ങൾ ഈ ഒരു ട്രിപ്പിൽ ചൂസ് ചെയ്യുകയാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ഒരു 4 മണിക്കൂർ ഈ ഒരു ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കൊരു 3 മണിയാകുമ്പോഴേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. അതൊക്കെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് KL ടവറിലേക്ക് വിസിറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു സ്ഥലങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ തന്നെയുള്ള സ്ഥലങ്ങൾ മാക്സിമം ചൂസ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് അവരുടെ ഡ്രൈവർ മിക്കവാറും അവർ സജസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അക്വേറിയം ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അക്വേറിയം ഒക്കെ നമുക്ക് 1 മണിക്കൂറിൻ്റെ മുകളിൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളതാണ്. അവിടേക്ക് നമുക്ക് സെപ്പറേറ്റ് പോകാവുന്നതാണ്. ഇവരുടെ ടൂർ വേണമെന്നില്ല നമുക്ക് ശരിക്കും. കാരണം നമുക്ക് അവിടെ 1 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ വെയിറ്റിംഗ് ചാർജ് ഇവിടെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ ഒരുമിച്ച് ഇതിലേക്ക് ഈ 4 മണിക്കൂറിൻ്റെ ട്രിപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് ടയേർഡാണ് തോന്നുകയാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, എയർലി ചെക്ക് ഇൻ ഹോട്ടലിൽ അവൈലബിൾ ആണോ എന്ന് നോക്കുക, അത് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അക്വേറിയം സെപ്പറേറ്റ് ആയിട്ട് പോവാം. ഒരു 10 റിംഗറ്റൊക്കെ വരുള്ളൂ. നിങ്ങൾ ഏത് കൊലാലംപൂർ സെൻറ്ററിൽ എവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാലും ഒരു ക്യാബ് എടുത്ത് പോവുകയാണെങ്കിൽ ഒരു 10 റിംഗറ്റേ വരുള്ളൂ. അതെടുത്ത് നിങ്ങൾ അക്വേറിയത്തിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ച് വന്നിട്ട് നിങ്ങൾക്ക് KL ടവറിലേക്ക് പോവാം.
അതുപോലെ കൊലാലംപൂർ നമ്മൾ സ്റ്റേ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഒന്ന് KLCC, ബുക്കിംഗ് ബിന്താങ്, ചൈന ടൗൺ എന്നീ സ്ഥലങ്ങളൊക്കെയാണ്. അതിൽ KLCC കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, ബുക്കിംഗ് ബിന്താങ്ങും ചൈന ടൗണും ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ചൈന ടൗൺ ആയാലും ബുക്കിംഗ് ബിന്താങ് ആയാലും രാത്രിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊന്നും നമ്മൾ അഡീഷണൽ ചാർജ് ഒന്നും എവിടെയും ടാക്സിക്ക് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു പ്ലാനിൽ പോവുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ KL ടവർ, പെട്രോണാസ് ട്വിൻ ടവർ, അതുപോലെ ബുക്കിംഗ് ബിന്താങ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത് കഴിയും. അതുപോലെ നമ്മൾ ഈ ഒരു ടൂർ ഏതായാലും എടുക്കുകയാണെങ്കിൽ അക്വേറിയോ അല്ലെങ്കിൽ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കുറച്ച് അട്രാക്ഷൻസോ നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡ് ഡേ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ബാത്തു കേവ്സും അതുപോലെ ജെന്നിങ് ഹൈലാൻഡുമാണ്. ഇവിടേക്ക് പോകാൻ ഒരു കംപ്ലീറ്റ് ഡേ തന്നെ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഡേയിൽ ഇത് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകണമെങ്കിൽ നിങ്ങളൊരു ഫാമിലിയൊക്കെ ആയിട്ടാണ് ഒരു 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടാക്സി എടുക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ 2 സ്ഥലങ്ങളിലേക്കായാലും മെട്രോ ബസ് എല്ലാം അവൈലബിൾ ആണ് കൊലാലംപൂർ സിറ്റി സെന്ററിൽ നിന്ന്. നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് 2 സ്ഥലങ്ങളും പോയി വരാൻ പറ്റും. ഇതിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു 1 ഡേ തന്നെ വേണം. അപ്പോൾ ജെന്നി ഹൈലൻഡിലേക്ക് പോകുന്ന വഴിക്ക് കേബിൾ കാറിലാണ് നമുക്ക് ഈ ഒരു ചൈന ടെമ്പിളിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി വിസിറ്റ് ചെയ്യാം. ഫ്രീ ആണ്, വേറെ അഡീഷണൽ ചാർജ് ഒന്നും അതിനില്ല. നിങ്ങൾക്കപ്പോൾ ഈ 3 കാര്യങ്ങൾ ജെന്നി ഹൈലൻഡ്, ബാത്തു കേവ്സ്, ഈ ഒരു ചൈനീസ് ടെമ്പിൾ ഈ 3 സ്ഥലങ്ങളും ഈ ഒരു ട്രിപ്പിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നേരത്തെ നിങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ടൗൺ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ ജെന്നി ഹൈലൻഡിലാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹോട്ടൽ സ്റ്റേ ചെയ്യണമെന്നൊരു ആഗ്രഹമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെ അന്നത്തെ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യുന്ന പ്ലാൻ ചെയ്യാം. പക്ഷേ ലഗേജ് എല്ലാം കൊണ്ടുപോകുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഈ 2 ദിവസത്തെ പ്ലാൻ ആണെങ്കിൽ ഇത്രയും സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് മാക്സിമം ഇതിൽ കാണാൻ പറ്റുന്നത്. ഇതിൽ ഇത്രയും സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളും ചിലപ്പോൾ നമുക്ക് കാണാൻ ഒഴിവാക്കേണ്ടി വരും. ഇപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ കുറേ അക്വേറിയം പറഞ്ഞു, അതുപോലെ വേറെ കുറേ അട്രാക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. അതുപോലെ സെക്കൻഡ് ഡേയിൽ നമുക്ക് ചൈന ടൗൺ നമ്മൾ ചിലപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒഴിവാക്കിയ സ്ഥലങ്ങളും ഇനി കാണേണ്ട മറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുമാണ് 3-4 ദിവസത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാനുള്ളത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ലിസ്റ്റിൽ ഏതെങ്കിലും മിസ്സായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണോ എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3-ാം ദിവസത്തിലേക്ക് അതിനെ മാറ്റി വെക്കാം. അല്ല എങ്കിൽ പിന്നെ കാണാവുന്ന കുറച്ച് സ്ഥലങ്ങളുള്ളത്, ഒന്ന് അവിടെ ഒരു ബേർഡ് പാർക്ക് ഉണ്ട്. അത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഏറ്റവും നല്ല സമയം ഈവനിങ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ കുറച്ച് ചൂടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ നല്ല സമയം ഈവനിങ് ആയിരിക്കും. ഇനി ഏർലി മോർണിംഗ് ഒരു 10 മണിക്കൊക്കെ പോവുകയാണെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമുക്ക് അവിടെ ചൂസ് ചെയ്യാവുന്നത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഏറ്റവും നല്ലൊരു അടിപൊളി മോളുണ്ട്, ബെർജയ ടൈം സ്ക്വയർ എന്നുള്ള മോളുണ്ട്. അതെന്തായാലും വിസിറ്റ് ചെയ്യുക. അവിടെ ഒരു 3-4 മണിക്കൂർ വരെ നമുക്ക് സുഖമായിട്ട് സ്പെൻഡ് ചെയ്യാം. അവർ ഫുഡ് കോർട്ടിലൊക്കെ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട്. പിന്നെ ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട് അവിടെ. ഇതൊക്കെ വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. ഒരു 3-4 മണിക്കൂർ ടൈം പോകുന്നത് നമ്മൾ അറിയില്ല. ആ ഒരു ഇത് വേണമെങ്കിൽ 3-ാമത്തെ ദിവസം തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഒരു 11 മണി ആകുമ്പോൾ എത്തിയിട്ട് ഒരു 4 മണിക്കൊക്കെ ഇറങ്ങുന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ ഉച്ചയ്ക്കുള്ള ചൂടും കാര്യങ്ങളെല്ലാം ആ ഒരു മോളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ബെർജയ ടൈം സ്ക്വയറിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലോയാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്. അവിടെയും വിസിറ്റ് ചെയ്യാം. അവിടെ ഒരുപാട് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ട്. ക്യാമറ, ഫോണ്, വാച്ചസ്, ഇങ്ങനെ പല സാധനങ്ങളും നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ അതും വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്യാം. ഇതിൽ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ അവിടെ തന്നെ പോകേണ്ട ഒരു കാര്യമില്ല. പോരാത്തതിന് അവിടുത്തെ ഫുഡും എല്ലാം അത്യാവശ്യം നല്ല കത്തിയാണ്, നല്ല റേറ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കമ്പംബാരു എന്ന് പറഞ്ഞിട്ട് അവരുടെ ലോക്കൽ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അത് വിസിറ്റ് ചെയ്യാൻ നോക്കുക. അത് ഉച്ചയ്ക്കായാലും ഓക്കെയാണ്. ഇനി ഈവനിങ് പോയാലും ഓക്കെയാണ്. അവിടെ കുറച്ച് വെറൈറ്റി അവരുടെ ലോക്കൽ ഫുഡ്സുകൾ നമുക്ക് കിട്ടും. വലിയ റേറ്റ് ഒന്നുമല്ല അവിടെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആദ്യത്തെ ദിവസം തന്നെ ട്രിപ്പൊക്കെ ഡ്രൈവർ ഉണ്ടെങ്കിൽ, ടാക്സി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് ലിറ്റിൽ ഇന്ത്യക്ക് പകരം കമ്പംബാരുവിലേക്ക് പോകാൻ പറയുക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷനായിട്ട് ഉണ്ടാവുക. ഇനി നിങ്ങൾ നെക്സ്റ്റ് ഡേ ലങ്കാവിയിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് രാവിലെ സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കാണാൻ പറ്റുന്നതല്ല 3-ാമത്തെ ദിവസം തന്നെ കണ്ടു തീർക്കേണ്ടി വരും. ഇനി നിങ്ങൾ നാട്ടിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് 4-ാമത്തെ ദിവസവും ഇതിൽ പല സ്ഥലങ്ങളും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഒരു 3 ദിവസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൊലാലംപൂരിലുള്ള ഓൾമോസ്റ്റ് സ്ഥലങ്ങളെല്ലാം കാണാം. ഒരു 3 നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാം. പിന്നെ നമുക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമുക്ക് ഈ പറയുന്ന ബുക്കിംഗ് ബിന്താങ് ആയാലും ചൈന ടൗൺ ആയാലും 1-2 വിസിറ്റ് ഒന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. കൊലാലംപൂർ കഴിഞ്ഞാൽ പിന്നെ മലേഷ്യയിൽ നമുക്ക് എന്തായാലും പോകാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമാണ് ലങ്കാവി. ലങ്കാവി ഒരു ബീച്ച് ഐലൻഡ് ആണ്. നമുക്കൊരു ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരു ഐലൻഡിലേക്ക് ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊന്നാണ് ലങ്കാവി. അപ്പോൾ മലേഷ്യയിൽ നമ്മൾ പോകുന്ന സമയത്ത് 1 അവറാണ് കൊലാലംപൂരിൽ നിന്ന് ലങ്കാവിയിലേക്കുള്ള ഫ്ലൈറ്റ് ടൈമിംഗ് വരുന്നത്. ഏകദേശം ഒരു 3000-4000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും അവൈലബിൾ ആയിരിക്കും.
അപ്പോൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് മോസ്റ്റ്ലി നമുക്കൊരു ഒരുപാട് ടൈമുകളിൽ ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയ ടൈം മിക്കവാറും വരുന്നൊരു 12 മണി 11 മണി ആ ടൈമിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 4ാമത്തെ ദിവസം കൊലാലംപൂരിൽ നിന്ന് ചെക്ക് ചെയ്ത് ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോവുക. 1 മണിയാകുമ്പോഴേക്കും നമുക്ക് ലങ്കാവിയിലേക്ക് എത്താൻ പറ്റും. അവിടുത്തെ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ ഹോട്ടലിൽ 3 മണിയാകുമ്പോഴേക്കും സുഖമായിട്ട് ചെക്ക് ഇൻ ചെയ്യാം. അവിടുത്തെ എടുത്ത് പറയേണ്ട കാര്യം, അവിടെ ഹോട്ടലിൽ സ്റ്റേ ഒന്നും അത്ര എക്സ്പെൻസീവ് അല്ല, ചീപ്പാണ്. നമ്മളെ കൊലാലംപൂരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പാണ് ലങ്കാവിയിലെ സ്റ്റേ എല്ലാം. നിങ്ങൾക്ക് 3 മണിയാകുമ്പോഴേക്ക് ലങ്കാവിയിലൊരു ഹോട്ടലിൽ നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാം. അതിനുശേഷം അന്ന് വൈകുന്നേരം അവിടെ കുറച്ച് ലോക്കൽ അട്രാക്ഷൻസ് എല്ലാം കാണാം. അവിടെ ഒരു ഈഗിൾ സ്ക്വയർ എന്നുള്ള ഒരു ഇതുണ്ട്, ഒരു വലിയൊരു പരുന്തിൻ്റെ ഒരു പ്രതിമയെല്ലായിട്ടുള്ള ഒരു സ്ക്വയർ ഒരു ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് അത് വിസിറ്റ് ചെയ്യാം ഈവനിങ്. പിന്നെ അവിടെ തന്നെയുള്ള ഒരു ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ, അവിടുത്തെ ലോക്കൽ ടൗണുകളെല്ലാം നിങ്ങൾക്ക് അന്ന് ഈവനിങ് വിസിറ്റ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ഷോപ്പ് ചെയ്യാനുണ്ടെങ്കിലെല്ലാം അന്ന് അവിടുന്ന് ഷോപ്പ് ചെയ്യാം. അതൊരു ഡ്യൂട്ടി ഫ്രീ ഐലൻഡ് ആണ്. അതുകൊണ്ട് പല സാധനങ്ങൾക്കും അവിടെ വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. ലിക്കർ ആയാലും സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് എല്ലാം വളരെ വില കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ മലേഷ്യയിലെ 4ാമത്തെ ദിവസം നമുക്ക് അവിടെ ലങ്കാവിയിൽ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യാം. 5ാമത്തെ ദിവസം ലങ്കാവിയിൽ നമ്മൾ അവിടുത്തെ ഒരു അടിപൊളി സ്കൈ ബ്രിഡ്ജ് ഉണ്ട്. എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്, അവിടേക്ക് പോകണം. അവിടേക്ക് പോകുന്ന സമയത്ത് ഓൾമോസ്റ്റ് നമുക്കൊരു 1 ഡേ വേണം. കാരണം അതൊരു വില്ലേജ് ആണ്, അവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. സ്കൈ ബ്രിഡ്ജ് അവിടേക്ക് ഒരു വലിയൊരു കേബിൾ കാർ റൈഡാണുള്ളത്, അത് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 3D ആർട്ട് മ്യൂസിയം ഉണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് മിക്കവാറും നിങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും ഒരു 4 മണി 5 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം 4 മണിയാകുമ്പോൾ നിങ്ങൾ അവിടെ സെനാങ് ബീച്ച് ഉണ്ട്, അവിടെ ബീച്ചിൽ പോവുക. ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്യുക. ഈവനിങ് ഫുള്ള് നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. നൈറ്റ് അവിടെ തന്നെയുള്ള ടൗൺ എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. ലങ്കാവി ഒരു ബീച്ച് ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബീച്ച് ആക്ടിവിറ്റീസ് അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളതെല്ലാം ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് ട്രൈ ചെയ്യാം. പിന്നെ എന്തായാലും അവിടെ പോയിരിക്കേണ്ട 1-2 കാര്യങ്ങൾ, ഒരു മാംഗ്രോവ് ടൂർ, അതുപോലെ ഒരു ഐലൻഡ് ഹോപ്പിംഗ്, ഇങ്ങനെ 1-2 ടൂറുകളെല്ലാം ഉണ്ട്. അതെല്ലാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ 3rd ഡേ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് മാംഗ്രോവ് ടൂറിനും ഈവനിങ് നിങ്ങൾക്ക് ഈ ഐലൻഡ് ഹോപ്പിങ്ങിനും പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 4th ഡേ ചെക്കൗട്ട് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് വരാം. ഇതിൽ നിങ്ങൾക്ക് 2 ദിവസം നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുന്നുള്ളെങ്കിൽ ആദ്യത്തെ 2 ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് നമ്മളെല്ലാ സ്ഥലങ്ങളും കാണേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഒരു 3 ദിവസമാണ് നിങ്ങൾക്ക് ലങ്കാവിയിൽ ഉള്ളതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലങ്കാവി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് പോരാം. അങ്ങനെ ഒരു 6 to 7 ഡേയ്സ് നിങ്ങൾക്ക് മൊത്തം ഉണ്ടെങ്കിൽ മലേഷ്യൻ ടൂർ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കൊലാലംപൂരും ലങ്കാവി അടക്കം 6 to 8 ഡേയ്സ് വരുന്ന ഒരു പ്ലാനാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇനി ഏതെങ്കിലും ടൂർ ഏജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാനും വെച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ നല്ലത് ഏതാണെന്ന് ചൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ മലേഷ്യ എന്ന് പറയുന്ന രാജ്യം ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ വളരെ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കൊലാലംപൂർ പോയപ്പോഴും ലങ്കാവി പോയപ്പോഴൊന്നും ഞങ്ങൾക്ക് എവിടെയും ഒരു പ്രശ്നവും നേരിടേണ്ടി വന്നിട്ടില്ല. എല്ലാം ഹാപ്പി ആയിരുന്നു, എവിടെയും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞാണ്, ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിൽ മോസ്റ്റ്ലി എല്ലാത്തിനും ഞങ്ങൾ ഗ്രാബ് ആപ്പാണ് യൂസ് ചെയ്തത്. വേറെ ഏജൻസിയുടെ ഹെൽപ്പ് ഒന്നും തേടേണ്ടി വന്നിട്ടില്ല. ആകെ 2 തവണ മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഏജൻസിയുടെ ഹെൽപ്പ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾ ആദ്യത്തെ ദിവസത്തെ ആ ഒരു ടൂറിനും പിന്നെ 2nd ഡേ ജെന്നി ഹൈലൻഡും ബാത്തു കേവ്സും പോയപ്പോൾ മാത്രമാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ ഗ്രാബ് ആപ്പ് വഴി ബുക്ക് ചെയ്ത് പോവുമായിരുന്നു. അത് വളരെ എക്സ്പെൻസ് കുറഞ്ഞത് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിനും ഓക്കെയാണ്. മെട്രോ ആയാലും ബസ് ആയാലും ഒക്കെ അവൈലബിൾ ആണ് അവിടെ. അതെല്ലാം എക്സ്പെൻസീവ് അല്ല, എല്ലാം ചീപ്പാണ്. അതുപോലെ നിങ്ങൾക്ക് ഏജൻസിയുടെ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഒരു അരുൺ ബ്രോയ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അരുൺ ബ്രോയുടെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അരുൺ ബ്രോയെ കോൺടാക്ട് ചെയ്യാം, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അടിച്ച് പൊളിച്ച് മലേഷ്യ നിങ്ങളും എൻജോയ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.